ഒരുപാട് കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടും ഇൻ്റർവ്യൂസ് കോൾ ഒന്നും വന്നില്ലേ? എന്തായിരിക്കും റീസൺ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങളുടെ റെസ്യൂം ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂം അല്ല എന്നതാണ് റീസൺ. എന്താണ് ATS എന്നല്ല ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. ATS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമിൽ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം, വിത്ത് റെലവൻറ്റ് കീവേഡ്സുകളും വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മെയിൻ സ്റ്റാക്ക് ഡെവലപ്പറാണെന്ന് വിചാരിക്കാം. അതിൽ MongoDB, റിയാക്ട്, നോഡ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഭംഗിയൊക്കെ കൂട്ടാനായിട്ട് ആവശ്യമില്ലാത്ത സ്പേസുകളൊക്കെ ഇടാറുണ്ട്. ബട്ട് ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആവശ്യമില്ലാത്ത സ്പേസുകളൊന്നും ഇടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെയിൽ ID, കോൺടാക്ട് നമ്പർ ഇതിലൊക്കെ നിങ്ങൾ സ്പേസുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ HR മെയിൽ ID കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് മെയിൽ അയക്കാറ്. സോ പ്രോപ്പറായിട്ട് മെയിൽ ID കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ കിട്ടാനായിട്ട് സാധിക്കില്ല. സോ നിങ്ങൾ റെസ്യൂമിൽ മെയിൽ ID കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തും കൂടെ നോക്കണം. നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം കമ്പനിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണെന്നുള്ളത് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ സബ്ജക്റ്റിൽ നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. അതുപോലെ മെയിൽ അയക്കുമ്പം അതിലൊരു കവർ ലെറ്ററും കൂടെ ആഡ് ചെയ്താൽ നിങ്ങളുടെ റെസ്യൂം ഫിൽറ്റർ ചെയ്യാൻ ഈസി ആയിരിക്കും. ലാസ്റ്റ് വൺ, ദിസ് ഈസ് എസ്പെഷ്യലി ഫോർ ഡെവലപ്പേഴ്സ്. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലൈവ് ലിങ്ക്സ് പ്രോപ്പർ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഹോസ്റ്റ് ചെയ്തേക്കുന്ന വെബ്സൈറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ബിക്കോസ് ഇൻ കേസ് ആ വെബ്സൈറ്റുകളൊക്കെ പ്രോപ്പർ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ HRs കോൺടാക്റ്റ് ചെയ്യില്ല. ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ കോൾ റേഷ്യോസ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ എന്താണ് ATS ഫ്രണ്ട്ലി റെസ്യൂം എന്ന് മനസ്സിലായില്ലേ? കൂടുതൽ അറിയാൻ ഈ വെബ്സൈറ്റുകളിൽ റെഫർ ചെയ്യുക. Thank you.